വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ടു റീച്ച് ദ അൺറീച്ച് ഈഡൻ ടി വി നടത്തുന്ന ഈ ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കേണ്ട ഭാഗം സുവിശേഷം എത്തിച്ചേരാത്തവർക്കുള്ള ദൗത്യം എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. സുവിശേഷം എത്തിച്ചേരാത്തവർക്കുള്ള ദൗത്യം അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. മനപ്പാഠവാക്യം ഇപ്രകാരം പറയുന്നു: യേശു അവളോട്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ കാണുമ്പോൾ കർത്താവായ യേശുക്രിസ്തു സോർ, സീദോൻ എന്ന പ്രദേശങ്ങളൊക്കെ വിട്ടു പോകുന്ന സമയത്ത് ഒരു കനാന്യ സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് തൻ്റെ മകൾക്ക് ഭൂതോദരവും ബാധിച്ചു, അതുകൊണ്ട് സൗഖ്യമാക്കണമേ എന്ന് യാചിച്ചു. കർത്താവായ യേശുക്രിസ്തു ഒന്നും മിണ്ടിയില്ല, നടന്നുപോയി. അപ്പോൾ കുറേ നേരം ഈ സ്ത്രീ ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ചെന്നപ്പോൾ ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിനോട് പറഞ്ഞു, ആ സ്ത്രീ കുറേ നേരമായി നമ്മുടെ പുറകെ വരുന്നുണ്ട്, പക്ഷേ അങ്ങൊന്നും മറുപടി പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. സ്ത്രീ ഉടനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ വന്ന്, യജമാനനെ, എൻ്റെ മകളെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, മക്കൾക്ക് കൊടുക്കേണ്ട അപ്പക്കഷ്ണം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് കർത്താവായ യേശുക്രിസ്തു അവളോട് പറഞ്ഞു. അതിനവൾ മറുപടി കൊടുത്തത്, മക്കൾ കഴിച്ച് താഴെ വീഴുന്ന അവശിഷ്ടങ്ങളെങ്കിലും നായ്ക്കുട്ടികൾ കഴിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ അവസരത്തിൽ കർത്താവായ യേശുക്രിസ്തു കൊടുത്ത മറുപടിയാണ് നാം മനപ്പാഠവാക്യമായി പഠിക്കുന്നത്. നമ്മൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെയോ ഒരു പ്രത്യേക സമൂഹത്തെയോ മാത്രം രക്ഷിക്കുവാൻ വേണ്ടി വന്നതല്ല. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാത്രമല്ല, സൃഷ്ടിപ്പ് മുതൽ അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നത് മുതൽ, അല്ലെങ്കിൽ ആദമിനെയും അവയും സൃഷ്ടിക്കുന്നത് മുതൽ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള സകല ജനവും രക്ഷിക്കപ്പെടണം, സകല ജനവും ദൈവം ആരാണെന്ന് അറിയണം എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു ചെയ്ത് കാണിച്ചതും അതുതന്നെയാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ സ്ഥലങ്ങളിലുള്ള ജനങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു പ്രവർത്തിച്ചു. തൻ്റെ ശിഷ്യന്മാർക്ക് ആ മാതൃക പറഞ്ഞും കൊടുത്തു. അപ്പം ഒരു പ്രത്യേക, അത് നഗരമെന്നോ ഗ്രാമമെന്നോ വലിയ മെട്രോ സിറ്റി എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങൾക്കും ദൈവത്തിൻ്റെ സുവിശേഷം പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഭൂലോകത്തൊക്കെയും പോയി എൻ്റെ സാക്ഷികളാകാൻ. ലോക സംഘടനയുടെ, ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം ഓരോ കാലം കഴിയും തോറും, അല്ലെങ്കിൽ ഓരോ വർഷം കഴിയും തോറും ഈ നഗരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. അല്ലെങ്കിൽ നഗരവൽക്കരണം, ഗ്രാമങ്ങളൊക്കെയും നഗരങ്ങളാകുന്ന ഒരു പ്രക്രിയ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ കൂടുതൽ ആൾക്കാരും ഗ്രാമങ്ങളിലേക്ക് ചേക്കേറുകയും അല്ലെങ്കിൽ നഗരങ്ങൾ തന്നെ ഗ്രാമങ്ങളായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും, ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും, ദൈവത്തിൻ്റെ ദൂതുവാഹകരായ നമ്മൾ ഓരോരുത്തരും ആ നഗരങ്ങളിൽ ചെന്ന് സുവിശേഷം അറിയിക്കേണ്ട ദൗത്യം ഏറ്റെടുക്കേണ്ടതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ യോനയെ വിളിച്ചതുപോലെ യോനയെ നിനവെ പട്ടണത്തിലേക്ക്, നഗരമാണല്ലോ, പട്ടണത്തിലേക്ക് ചെന്ന് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി യോനയോട് പറഞ്ഞു. യോന അവിടുന്ന് പതുക്കെ എന്ത് ചെയ്തു? അവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അതുപോലെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി കഴിവുകൾ പറയുന്നതായ പല ദൈവത്തിൻ്റെ മക്കളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അക്കൂട്ടത്തിലാകരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ എവിടെയായാലും ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടി തയ്യാറായിരിക്കണം. കാരണം നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വേല, ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. ദൈവം എന്താണോ ഇസ്രായേൽ മക്കളിൽ നിന്ന് ആഗ്രഹിച്ചത് അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി ഈ പാഠഭാഗത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്തു. ഞായറാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിരുകൾക്കപ്പുറ പ്രദേശങ്ങളിലേക്കുള്ള ദൗത്യം. ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരെ ഗന്നസരത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട് യേശു അവിടം വിട്ടുപോയി. യേശു അവിടം വിട്ട് സോർ, സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ അവർക്ക് പരിചിതമല്ലാത്ത, അല്ലെങ്കിൽ പരിചയമുള്ള ഗലീല പ്രദേശങ്ങളിൽ നിന്നും അവരെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പരിചിതമില്ലാത്തതായ, ഒരു പക്ഷേ വ്യത്യസ്തമായ സംസ്കാരങ്ങളുള്ള, വ്യത്യസ്തമായ ജീവിത രീതികളുള്ള
ഒരു പട്ടണത്തിലേക്കോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തേക്കോ ആയിരിക്കും കർത്താവായ യേശുക്രിസ്തു ഈ തൻ്റെ ശിഷ്യന്മാരെ കൊണ്ടുപോയത്. എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അവർക്ക് പരിചിതമായ ഗലീല എന്ന സ്ഥലത്ത് നിന്നും മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പോയത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവർക്ക് സുപരിചിതമായ ഗലീല പ്രദേശത്തു നിന്നും അവർക്ക് പഠിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ അപരിചിതമായ വിജാതീയരായ അല്ലെങ്കിൽ വ്യത്യസ്തമായ സംസ്കാരത്തിലോ ഭാഷയിലോ ജീവിത രീതികളോ പിന്തുടർന്നു പോകുന്നതായ ഒരു ജനതയുടെ ഇടയിൽ നിന്നും അവർക്ക് കൂടുതലായി പഠിക്കുവാൻ കഴിയും. നാളിതുവരെ അവർ ജീവിച്ചതായ ഒരു ചുറ്റുപാടിൽ നിന്ന് മാറി ഒരു പുതിയ ചുറ്റുപാടിലേക്ക് പോകുമ്പോൾ ആ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് തങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുക അല്ലെങ്കിൽ ചെയ്യുവാൻ കഴിയുക എന്നൊരു പാഠം അവർക്ക് ലഭിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. ഗലീലയിൽ മാത്രം സുവിശേഷം ഇങ്ങനെ പറഞ്ഞാൽ പോരാ, മറിച്ച് തൻ്റെ ശിഷ്യന്മാർ മറ്റു സ്ഥലങ്ങളിലും പോയി സുവിശേഷം ചെയ്യണം, സുവിശേഷം പറയണം, അറിയിക്കണം എന്ന് കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തു അവരെ ഗലീലയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി എന്ന് ആമുഖ ഭാഗത്ത് പറയുന്നു. ഇവിടെ രണ്ടാമത്തെ താഴേക്കുള്ള ഭാഗത്ത് പറയുന്നത് പിന്നെ പഴയ നിയമകാലത്ത് ന്യായാധിപന്മാരുടെ കാലത്തിലും രാജാക്കന്മാർ നമ്മൾ വായിക്കുന്ന സമയത്ത് ദൈവം മറ്റു ജാതികളെ ഇസ്രായേൽ മക്കളെ പരീക്ഷിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇവിടെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത് യുദ്ധം എന്താണെന്ന് അറിയാത്തതായ ഇസ്രായേലിൻ്റെ പിൻതലമുറക്കാർ അല്ലെങ്കിൽ കനാനിലെ പ്രവാസം എന്താണെന്ന് മനസ്സിലാക്കാത്ത ജനങ്ങൾക്ക് അത് മനസ്സിലാക്കുവാനും യുദ്ധം അഭ്യസിക്കുവാനും വേണ്ടി ദൈവം കനാന്യർ, ഹിത്യർ അങ്ങനെയുള്ള കുറേ ജാതികളെ അവർക്ക് ചുറ്റും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പാർപ്പിച്ചിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ഈ ജാതികളുമായി ഇസ്രായേൽ മക്കൾ സന്ധി ചെയ്യുകയും അവരുമായി ഇടകലർന്നുകൊണ്ട് ജീവിക്കുകയും അവരുടെ മക്കളെ അങ്ങോട്ട് വിവാഹം ചെയ്തും തിരിച്ചുമെടുക്കുകയും ചെയ്തു. അവരുടെ സംസ്കാരം ഇസ്രായേൽ മക്കളുടെ സംസ്കാരവുമായി കൂട്ടിക്കലർത്തിക്കൊണ്ട് ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്തു. ഇവൻ ശലോമൻ പോലും ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ വേണ്ടി മരങ്ങളെയൊക്കെ രാജാവ് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ ആ രാജാവുമായി സന്ധി ചെയ്യുകയും അവരുമായി ഒത്തുചേരുകയും ചെയ്തിട്ട് എന്ത് ചെയ്തു? ശലോമൻ അവരുടെ ആരാധന അല്ലെങ്കിൽ ശലോമൻ പറഞ്ഞത് എന്താണ്? ഒരു സിദോനിയ രാജകുമാരി അദ്ദേഹം വിവാഹം കഴിച്ചു. ശലോമൻ രാജാവ്, ദാവീദിൻ്റെ മകനായ ശലോമൻ ഒരു അന്യജാതിക്കാരി വിജാതിയായ സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിലെന്താണ് പാളിച്ച പറ്റിയ അദ്ദേഹത്തിന്? അദ്ദേഹം എന്ത് ചെയ്തു? അവനെ വഴിതെറ്റിച്ചു. അപ്പോൾ ഒരു സിദോനിയ സ്ത്രീയെ ശലോമൻ വിവാഹം കഴിച്ചപ്പോൾ അവനെ വഴിതെറ്റിച്ചു. ദൈവത്തിൻ്റെ ആരാധനയിൽ നിന്നും ശലോമനെ അവൾ എന്ത് ചെയ്തു? വഴിതെറ്റിച്ചു. അപ്പോൾ ദൈവം ഈ ജനതയെ അല്ലെങ്കിൽ ഈ വിജാതീയരെ അവിടെ പ്രതിഷ്ഠിച്ച് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ വസിക്കുവാൻ ഇടയാക്കിയത് ആ ഇസ്രായേൽ മക്കളുടെ പിൻതലമുറക്കാർക്ക് അവരുടെ മുൻകാല ജീവിതം എപ്രകാരമാണ് എന്ന് കാണിച്ചു കൊടുക്കുവാനും യുദ്ധം അഭ്യസിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? അവരുമായി ഇടകലർന്ന് ജീവിച്ചപ്പോൾ അവരുടെ സംസ്കാരം ഇങ്ങോട്ട് വരികയും ചെയ്തു. അത് ദൈവത്തിന് ഇഷ്ടമല്ല. പട്ടണങ്ങളിൽ നാം താമസിക്കുമ്പോൾ, നാം സുവിശേഷം അറിയിക്കുക എന്ന വലിയ ദൗത്യവുമായി പട്ടണങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ദൗത്യത്തിന് വിഘാതമായി നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്കവിടെ അഭിമുഖീകരിക്കേണ്ടി വരും. മതഭ്രാന്തായിക്കോട്ടെ, ദേശീയതയായിക്കോട്ടെ, വല്ലാത്ത മതസ്വാതന്ത്ര്യ ബോധമുള്ളവരായ ആൾക്കാരായിരിക്കും, ഉയർന്ന ജീവിത ചെലവായിരിക്കും, വംശീയതയായിരിക്കും, വർഗീയത എവിടെ കാണും. ഇതൊക്കെ നമ്മുടെ സുവിശേഷം അറിയിക്കുന്നതിന് അല്ലെങ്കിൽ നഗര പ്രദേശങ്ങളിൽ നമ്മുടെ സുവിശേഷം അറിയിക്കുന്നതിന് തടസ്സമായിട്ട് മാറാറുണ്ട്. ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ചെയ്തു. അതാണ് നമുക്കുള്ള മാതൃക. കർത്താവായ യേശുക്രിസ്തു ഇതിനൊക്കെ അതിജീവിച്ചു. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ സുവിശേഷ വേല ചെയ്ത്. കഴിഞ്ഞ ആഴ്ച പഠനം നമ്മളെ പൗലോസ് അധീനതയിലാണ് പോയത്. പുരാതന ഏതൻസിൽ എന്തിനേയും ചോദ്യം ചെയ്യാൻ വേണ്ടി യുവജനങ്ങളെ പഠിപ്പിച്ച സോക്രട്ടീസിൻ്റെ സ്വന്തം നാട്ടിൽ, തത്വചിന്തകന്മാരുടെ നാട്ടിൽ. അപ്പം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പൗലോസിന് അവരുടെ സുവിശേഷ വേല ചെയ്യാൻ കഴിഞ്ഞു. അപ്പം നമ്മളും ഈ അതിരുകൾക്കപ്പുറം, നമ്മൾ താമസിക്കുന്ന ചുറ്റിനുകൾക്കപ്പുറം നമുക്ക് സുവിശേഷ ദൗത്യവുമായി പോകേണ്ടതായിട്ടുണ്ട്. നാം ശ്രദ്ധിക്കേണ്ടത്, നാം അങ്ങനെ പോകുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതുപോലെ
ദൈവത്തിന് ഹിതകരമല്ലാത്ത സംസ്കാരത്തിൻ്റെയോ ജീവിത രീതിയുടെയോ ഭാഗമാകാൻ പാടില്ല എന്നുള്ളതാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നാം അവിടെ ദൈവത്തിൻ്റെ മക്കളായി ജീവിച്ചുകൊണ്ട് അവർക്കൊരു മാതൃകയായി തീരണം. നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട്, നമ്മുടെ ജീവിത രീതി മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ വ്യതിയാനം വരുത്താൻ പാടില്ല. ശലോമനെക്കുറിച്ച് പറഞ്ഞത് അവൾ അവനെ വഴിതെറ്റിച്ചു. അപ്പോൾ ദൈവം അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, വിലക്കപ്പെട്ടതായ കാര്യങ്ങൾ ഇസ്രായേൽ മക്കൾ ചെയ്തപ്പോൾ ദൈവത്തിന് ഹിതകരമായി തീർന്നില്ല. ദൈവത്തിന് അവരോട് കോപമുണ്ടായി. പക്ഷേ എന്നിരുന്നാലും ദൈവം അവരെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് എല്ലാ ജനങ്ങളും, എല്ലാ ദൈവമക്കളും രക്ഷിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അത് മറ്റ് മുൻകാലങ്ങളിൽ, പഴയ കാലങ്ങളിൽ ദൈവവിളിയും എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. സകല ജാതികളെയും രക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പട്ടണങ്ങളിലേക്ക് നമ്മൾ ദൈവത്തിൻ്റെ ദൂതുമായി പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നാം നമ്മുടെ ആവാസ മേഖല, അല്ലെങ്കിൽ നമുക്ക് സുരക്ഷിത ബോധമുള്ള സ്ഥലങ്ങളിൽ മാത്രം താമസിച്ചുകൊണ്ട് ദൈവവേല ചെയ്യേണ്ടവരല്ല, മറിച്ച് നമുക്ക് ദൈവത്തിൻ്റെ ഈ സുവിശേഷം അറിയാത്തതായ അതിരുകൾക്കപ്പുറം, നാം കാണാത്ത പ്രദേശങ്ങൾ, നമുക്കറിയാത്ത സംസ്കാരങ്ങളുടെ ഇടയിലേക്ക് നാം പോകേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ഓരോ ദൈവവൈതലിൻ്റെയും ദൗത്യം എന്നുള്ളതാണ് ഈ പാഠം നമ്മോട് വിളിച്ചു പറയുന്നത്. തിങ്കളാഴ്ച ഭാഗം പറയുന്നത് ബഹുജനങ്ങളെ അന്വേഷിക്കുന്നു. ഇവിടെ പറയുന്നത് ബാഹ്യവും ആന്തരികവുമായ വെല്ലുവിളികൾക്കിടയിലും നഗരങ്ങളിലേക്കുള്ള തൻ്റെ ദൗത്യത്തിനുള്ള ആഹ്വാനം യേശു കൃപയോടെ നമ്മളിലേക്ക് നീട്ടുന്നു. ഇവിടെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിനെ 35 മുതൽ 38 വരെ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ യാത്ര ചെയ്തതായിട്ട് വിശുദ്ധ വേദവചനം പറഞ്ഞു. ഗ്രാമങ്ങളിൽ മാത്രമല്ല കർത്താവായ യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പം കർത്താവായ യേശുക്രിസ്തു ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ എന്ന വേർതിരിവില്ലാതെ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്തു? കർത്താവായ യേശുക്രിസ്തു പ്രസംഗിച്ചു. അവരുടെ പള്ളികളിലൊക്കെ പ്രസംഗിച്ചു. യേശുക്രിസ്തുവിന് ആ ജനതയോട് സ്നേഹമുണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാത്തതായ പാപത്തിൽ ജീവിക്കുന്ന ജനതയോട് സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, വേല വളരെ വലുതാണ്, പക്ഷേ വേലക്കാർ ചുരുക്കമാണ്. അതിനുവേണ്ടി നിങ്ങൾ യാചിക്കണം. വേലക്കാരെ ലഭിക്കുവാൻ വേണ്ടി ആത്മാർത്ഥതയുള്ള, ആത്മസമർപ്പണമുള്ള വേലക്കാരെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നാം അങ്ങനെ ആത്മസമർപ്പണമുള്ള വേലക്കാരായി മാറണം എന്നുള്ളതാണ് കർത്താവായ യേശുക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളൊക്കെ സഞ്ചരിച്ചു. അവിടെ എല്ലാം പ്രസംഗിച്ചു ദൈവത്തിൻ്റെ സുവിശേഷം. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളെന്നോ പട്ടണങ്ങളെന്നോ ഭേദമില്ലാതെ ധാരാളം ആൾക്കാർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയുവാൻ വേണ്ടിയും കർത്താവായ യേശുക്രിസ്തുവിന് അത്ഭുത സൗഖ്യം ലഭിക്കുവാൻ വേണ്ടിയും കർത്താവായ യേശുക്രിസ്തു പോയ സ്ഥലങ്ങളിലൊക്കെയും പിന്തുടർന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ പിന്തുടർന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലും കർത്താവായ യേശുക്രിസ്തുവിന് സുവിശേഷം അറിയിക്കാൻ കഴിഞ്ഞു. അത് പട്ടണങ്ങളായിക്കോട്ടെ, ഗ്രാമങ്ങളായിക്കോട്ടെ. മാത്രവുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ കാണാൻ വന്ന ജനങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നു, സിറിയയിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിനെ കാണാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ജനങ്ങൾ കടന്നു വന്നതായിട്ട് വിശുദ്ധ വേദവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്കുള്ള സുവിശേഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുങ്ങിക്കൂടേണ്ട സുവിശേഷമല്ല. അത് എല്ലാ സ്ഥലങ്ങളിലും നാം പ്രവർത്തിക്കേണ്ടവരാണ്. ഇവിടെ പറയുന്നത് ഗലീല, ദെക്കപ്പോലി, യെരുശലേം, യഹൂദിയ, യോർദാനക്കരെ എന്നീ സ്ഥലങ്ങളിൽ നിന്നെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി, അനുഗമിക്കുവാൻ വേണ്ടി ജനങ്ങൾ വന്നു എന്ന് പറയുന്നു. അപ്പോൾ ബഹുജനങ്ങൾ, എല്ലാ തരത്തിലുള്ള ജനങ്ങളെയും, എല്ലാ സ്ഥലത്ത് താമസിക്കുന്നവരെയും കർത്താവായ യേശുക്രിസ്തു തേടി ചെന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളും അതുതന്നെ ആയിരിക്കണം. സുവിശേഷം എല്ലാ സ്ഥലങ്ങളിലുള്ളവരെയും എന്ത് ചെയ്തു? നാം സുവിശേഷം അറിയിക്കണം. വിവിധ സംസ്കാരങ്ങളിലുള്ളവർ, വിവിധ ജീവിത ശൈലികളിലുള്ളവർ, ശീലങ്ങളുള്ളവർ, വിവിധ തരത്തിൽ ജീവിക്കുന്നവർ, വിവിധ ജോലികൾ ചെയ്യുന്നവർ, എല്ലാ ആൾക്കാരുടെ ഇടയിലും നാം സുവിശേഷമായി പോകണം. അങ്ങനെ നാമും കർത്താവായ യേശുക്രിസ്തു നിങ്ങളും ബഹുജനങ്ങളെ അന്വേഷിക്കുന്നവരാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം സുവിശേഷം അറിയിക്കുന്നവരായി നമ്മൾ തീരരുത്. അങ്ങനെ ചുരുങ്ങിപ്പോകരുത്. നാം
എല്ലാ ജനങ്ങൾക്കും ദൈവത്തിൻ്റെ വലിയ ആ സുവിശേഷം, ആ വലിയ സത്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം എന്നാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് മുൻപാകെ വെച്ച ഏറ്റവും വലിയ മാതൃക. ഈ പാഠഭാഗവും അത് തന്നെ പറയുന്നത്, നാം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെയും ചെന്ന് സുവിശേഷം അറിയിക്കണം എന്നുള്ളതാണ്. കാരണം ദൈവം എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുന്നു, പട്ടണത്തിലുള്ളവരായിക്കോട്ടെ ഗ്രാമത്തിലുള്ളവരായിക്കോട്ടെ. ആ സ്നേഹിക്കുന്നവർക്ക് ദൈവം ആരാണെന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരെയും ദൗത്യം എന്നുകൂടെ ഈ പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചൊവ്വാഴ്ച ഭാഗം പറയുന്നത് സോരിലും സീദോനിലും. ഇവിടെ പറയുന്നത് മത്തായിയുടെ സുവിശേഷം എഴുതിയിരിക്കുന്നത് യഹൂദ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുകൊണ്ടും, മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് യഹൂദരല്ലാത്ത വിജാതീയരായ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുകൊണ്ടും എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ഒരേ കാര്യത്തെ രണ്ടുപേരും രണ്ട് രീതിയിലൂടെയാണ്, അല്ലെങ്കിൽ രണ്ട് ഭാഷകളിലൂടെയോ അവരുടേതായ സാഹചര്യങ്ങളിലൂടെ കാണുന്നത്. ഇവിടെ മത്തായിയുടെ സുവിശേഷം നമ്മൾ നേരത്തെ മനപ്പാഠമായത് പറഞ്ഞ ഒരു കനാന്യ സ്ത്രീ വന്നു. മത്തായിയുടെ സുവിശേഷം പറഞ്ഞ കനാന്യ സ്ത്രീ എന്നാണ്. അതായത് യഹൂദന്മാർക്ക് താല്പര്യം, അതായത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തതായ വിഗ്രഹ ആരാധികളായ കനാന്യ സ്ത്രീ. സ്വാഭാവികമായിട്ടും മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ഒരു വിജാതിയായ സ്ത്രീ വന്ന് കർത്താവായ യേശുക്രിസ്തുവിനോട് പിന്നെ യാചിച്ചു, അല്ലെങ്കിൽ വിഗ്രഹാരാധിയുടെ സമൂഹത്തിൽ നിന്ന് ഒരു സ്ത്രീ വന്ന് കർത്താവായ യേശുക്രിസ്തുവിനോട് അപേക്ഷ നൽകി എന്നായിരിക്കും ആ മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന അല്ലെങ്കിൽ യഹൂദന്മാരായ പ്രേക്ഷകർക്ക് തോന്നുക. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം നേരെ കുറച്ചുകൂടെ മറിച്ച് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീ ജന്മം കൊണ്ട് ഒരു സീറോ ഫിനീഷ്യക്കാരി ആണെങ്കിലും അവളുടെ മകളുടെ ആവശ്യത്തിന് സൗഖ്യത്തിന് വേണ്ടി അവൾ കർത്താവായ യേശുക്രിസ്തുവിനെ ചെന്ന് കണ്ടു എന്നുള്ളതാണ്. അതായത് ഒരു നല്ല ഒരു അമ്മ എന്ന രീതിയിലായിരിക്കും അവരെ കാണുന്നത്. അപ്പം നമ്മുടെ ബൈബിളിലെ എഴുത്തുകാർ തന്നെ ഓരോ കാലഘട്ടത്തിൽ ജീവിച്ച് അവർ എഴുതിയപ്പോൾ തന്നെ അത് അനുവാചകർ അല്ലെങ്കിൽ മറ്റുള്ളവർ പല രീതിയിൽ അതിനെ ചിന്തിച്ചിരിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? മത്തായിയുടെ പ്രേക്ഷകർ ഈ അളവിനെ നിന്ദിക്കപ്പെടുന്ന വിജാതിയായി കാണും. ഈ ഒരു സംഭവം വായിക്കുമ്പോൾ മത്തായിയുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ യഹൂദന്മാരായ ആൾക്കാർ. എന്നാൽ മർക്കോസ് ആണെങ്കിലോ അങ്ങനെ ആയിരിക്കില്ല, അവർക്ക് മറിച്ചായിരിക്കും. അവർ പറയുന്നത് എന്താണ്? ഈ സ്ത്രീ തൻ്റെ മകളുടെ ഗതിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ള ഒരു പ്രിയപ്പെട്ട അമ്മയായി കണക്കാക്കപ്പെടും. അപ്പോൾ നോക്കൂ, കർത്താവായ യേശുക്രിസ്തു പുറത്തുള്ളവരെയും അകത്തുള്ളവരെയും ഒക്കെ എന്ത് ചെയ്തു? സ്വീകരിക്കുന്നത്. അത് ജാതീയരായിക്കോട്ടെ വിജാതീയരായിക്കോട്ടെ. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ മകൾ ഇങ്ങനെ കിടക്കുന്നു, സൗഖ്യമാക്കണം. കർത്താവ് ശ്രദ്ധിച്ചില്ല. സാധാരണ ഒരു യഹൂദൻ എങ്ങനെയാണോ ഒരു വിജാതീയരായ അല്ലെങ്കിൽ ജാതിയിലുള്ള അല്ലെങ്കിൽ അന്യജാതിക്കാരിയായ വ്യക്തിയോട് പെരുമാറുന്നത്, അതുപോലെ കർത്താവും പെരുമാറി. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? അവരുടെ ശിഷ്യന്മാരുടെ മുൻപിലും എന്താണ് ഒരു മാതൃകയായി കാണിക്കേണ്ടതെന്ന് കർത്താവ് കാണിച്ചത്. കർത്താവ് എന്ത് ചെയ്തു? അവളുടെ അപേക്ഷ സ്വീകരിച്ചു. വളരെ തണുപ്പൻ മട്ടിലായിരുന്നു കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ പ്രതികരണമെങ്കിൽ പോലും കർത്താവ് യേശുക്രിസ്തു എന്ത് ചെയ്തു? അവളെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവളെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. നീ പോകുക, എൻ്റെ വിശ്വാസം പോലെ ഭവിച്ചിരിക്കും. നോക്കൂ, അപ്പോൾ ഇവിടെ നമ്മോടും പറഞ്ഞത് അത് തന്നെയാണ്. നമ്മുടെ മുൻപിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ നാം എല്ലാവരും എങ്ങനെയാണ്? ഒരുപോലെ തന്നെയാണ്. അത് യഹൂദനായാലും യൗവനനായാലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നവരെ എന്നും കർത്താവായ യേശുക്രിസ്തു നിരാശരാക്കിയിട്ടില്ല. നമ്മുടെ മുൻപിലും സുവിശേഷം വിളമ്പുവാൻ വേണ്ടി, സുവിശേഷം പറയുവാൻ വേണ്ടി നമ്മെ വിളിച്ചിരിക്കുന്നത് എല്ലാ ജനങ്ങളുടെ മുൻപിലും നാം സുവിശേഷം അറിയിക്കണം. അവിടെ ജാതീയനെന്നോ വിജാതീയനെന്നോ സഭയിലുള്ളവരെന്നോ സഭയിലില്ലാത്തവരെന്നല്ല, നാം എല്ലാവർക്കും സുവിശേഷം അറിയിക്കണം. കാരണം രക്ഷ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അതുകൊണ്ട് നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നത് നാം എല്ലാ വ്യക്തികൾക്കും എന്ത് ചെയ്യണം? നാം ഈ രക്ഷയുടെ സന്ദേശം അറിയിക്കണം എന്നുള്ളതാണ് ഈ ചൊവ്വാഴ്ച ഭാഗത്തിൽ നമ്മോട് പാഠഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ബുധനാഴ്ച ഭാഗം പറയുന്നത് അവളെ പറഞ്ഞയക്കുക എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് നഗരങ്ങളുടെ അയൽപ്പക്കത്ത്, അതായത് പ്രതീക്ഷകൾക്കായി കാംക്ഷിക്കുന്ന നിരവധിയാണ്. ക്രിസ്തുവിൻ്റെ കാലത്ത് സോർ, സീദോൻ തുടങ്ങിയ വിദേശ നഗരങ്ങളിലേക്ക് മെശിഹയെക്കുറിച്ചുള്ള പ്രത്യാശ കൊണ്ടുവരുന്നത് ദൈവജനത്തെ തടഞ്ഞത് എന്താണ്? അപ്പോൾ മശിഹ വരും എന്ന് പ്രതീക്ഷിച്ചതായ പട്ടണങ്ങൾ താമസിച്ച ആൾക്കാർ അവരുടെ പ്രതീക്ഷകളൊക്കെ തടയുന്ന, അല്ലെങ്കിൽ അവരിൽ നിന്ന് അവരോട് എന്താണ് അവർക്ക് പ്രത്യാശയിലേക്ക് കൊണ്ടുവരാൻ അവർ കഴിഞ്ഞില്ല. എന്താണ് എന്ന് ചോദിച്ചാൽ അഹങ്കാരം, ദേശീയത, മുൻവിധി,
ദൈവജനത്തെ ഒന്നാം ആഗമനത്തിൻ്റെ പ്രവചനങ്ങളാൽ പ്രവചിക്കപ്പെട്ട പ്രത്യാശയ്ക്കായി കാംക്ഷിക്കുന്ന തങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളവരെ കാണുവാനുള്ള അവസരങ്ങൾക്ക് നേരെ അന്തരാക്കി. ഇവിടെ പറയുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ വരവിനെക്കുറിച്ചോ ദൈവത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ചോ അറിയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ മുൻവിധിയോടുകൂടി ആയിരിക്കുന്നു. അവർക്കെന്താണ് ദേശീയതയോ അല്ലെങ്കിൽ ദേശീയതയെക്കുറിച്ചുള്ള അമിതമായ ഒരു സ്നേഹമോ അഹങ്കാരമോ മുൻവിധിയോ ഇതൊക്കെ എന്ത് ചെയ്തു ഈ ദൈവജനത്തെ അവരോട് സുവിശേഷം അറിയിക്കുന്നതിൽ നിന്നും തടയുകയുണ്ടായി. പലപ്പോഴും സുവിശേഷം അറിയിക്കുന്ന ദൈവത്തിൻ്റെ ജനങ്ങൾക്കും ഈ ഒരു മുൻവിധിയുണ്ട്. ആ സ്ഥലത്തേക്ക് പോയിട്ട് കാര്യമില്ല, അവിടെ സുവിശേഷം അറിയിക്കണ്ട, എത്ര പറഞ്ഞാലും അവരനുസരിക്കില്ല. ഒരു മുൻവിധിയാണ് അവർ. അല്ലെങ്കിൽ ഈ സുവിശേഷം അവർക്കുള്ളതല്ല, ഈ രക്ഷ അവർക്കുള്ളതല്ല. അപ്പോൾ താമസിക്കുന്നവർക്കുമുണ്ട് ഈ ചെയ്യുന്നവർക്കുമുണ്ട് മുൻവിധികൾ. ഇവിടെ പത്രോസിൻ്റെ ഒരു കാര്യമാണ്. പത്രോസ് ഇങ്ങനെ മയങ്ങുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്തു, വലിയൊരു തൂപ്പട്ടി പോലെ 4 കോണും കെട്ടി ഭൂമിയിലേക്ക് ഇട്ട് പിന്നെ എന്ത് ചെയ്തു, അതിൽ പല വിഷജന്തുക്കളും കഴിക്കാൻ പാടില്ലാത്തതുമായ കുറേ ജീവികൾ അതിനകത്തുണ്ട്. പത്രോസിനോട് 3 പ്രാവശ്യം പറയുന്നു, നീ എഴുന്നേറ്റ് ഭക്ഷിക്കാം. പത്രോസിന് കാര്യം മനസ്സിലായി. കാരണം പത്രോസ് നേരത്തെ വല്ലാത്ത മതഭ്രാന്തനായിരുന്നു. എന്താണ്, യഹൂദന്മാർക്ക് മാത്രം രക്ഷ എന്ന ഒരു വാദം ഉന്നയിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. ജാതികളുടെ ഇടയ്ക്ക് സുവിശേഷം അറിയിക്കാൻ വിമുഖനായൊരു വ്യക്തിയായിരുന്നു പത്രോസ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് അറിയാം പത്രോസിൻ്റെ ഈ മനോഭാവം എന്താണെന്ന്. കർത്താവായ യേശുക്രിസ്തു പത്രോസിന് വേണ്ടി എന്ത് ചെയ്തു, ഇത് നീ എഴുന്നേറ്റ് ഭക്ഷിക്കുക. പത്രോസിന് മനസ്സിലായി. അതുകൊണ്ട് പത്രോസ് മനസ്സിലാക്കിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പത്രോസ് മനസ്സിലാക്കി. അപ്പം സുവിശേഷം അറിയിക്കുന്നതിൽ നിന്ന് ദൈവത്തിന് മുഖപക്ഷമില്ല, എല്ലാ ജനങ്ങളോടും സുവിശേഷം അറിയിക്കുക. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ആക്കിയത്. ഒരു ഫീൽഡ് ട്രിപ്പ് പോലെ നിങ്ങൾ പഠിക്കണം, സ്വന്തമായിട്ട് അനുഭവ സമ്പത്തുണ്ടാക്കി പഠിക്കണം. എങ്ങനെയാണ് സുവിശേഷം പഠിക്കേണ്ടത്, അല്ലെങ്കിൽ സുവിശേഷം പറയേണ്ടത്, മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടത്. അവർ അന്യദേശത്ത് നിന്നുകൊണ്ട് അവർ പഠിക്കണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒരു നല്ല ട്രെയിനിങ് ആണ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത്. നമ്മുടെ ദൗത്യവും അത് തന്നെയാണ്. നമുക്ക് നല്ല ട്രെയിനിങ് കർത്താവായ യേശുക്രിസ്തു വലിയൊരു മാതൃക വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും പോയി എന്ത് ചെയ്യണം, സുവിശേഷം അറിയിക്കണം. പത്രോസിനോട് പറഞ്ഞതുപോലെ എല്ലായിടത്തും പോകണം. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളാണ്. അതാണ് പറഞ്ഞത്. അവസാന സമയത്ത് പറയുന്നതാണ്, നിങ്ങൾ പോയി ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകണം. ഒരു പ്രദേശത്ത് നിന്നല്ല, നമ്മൾ ഭൂമിയുടെ സകല ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ സാക്ഷിയാകുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ വലിയ രക്ഷ എല്ലാ വിഭാഗം ജനങ്ങളെയും അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ദൈവം കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നത് എന്താണ്, നമുക്ക് മുൻവിധിയോ പക്ഷപാതമോ ഉണ്ടാകേണ്ട ആവശ്യമില്ല. അങ്ങനെ മുൻവിധിയോ പക്ഷപാതമോ ആർക്കെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ മറികടക്കുവാൻ നമ്മെ സഹായിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ നാം തയ്യാറാണ് എങ്കിൽ, നാം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിടുന്ന പ്രയാസങ്ങളെയും തടസ്സങ്ങളെയും മാറ്റുവാൻ വേണ്ടി ദൈവം തൻ്റെ കാര്യസ്ഥനെ അയച്ചിട്ടുണ്ട്. നാം എന്ത് ചെയ്യണം? ആ തടസ്സങ്ങളെ മാറ്റുവാൻ വേണ്ടി നാം ദൈവത്തിൽ ശരണപ്പെടണം. നമുക്ക് നേരിടുന്നതായ തടസ്സങ്ങൾ, ദൈവവേല ചെയ്യാൻ നേരിടുന്നതായ തടസ്സങ്ങൾ നാം തന്നെ മാറ്റുവാൻ ശ്രമിച്ചാൽ നടക്കില്ല. ശത്രു നമ്മേക്കാൾ പ്രബലനായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാ നിയോഗത്താൽ നാം ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുൻപിലുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ മാറ്റുവാൻ കഴിയും എന്നതാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മുടെ ദൗത്യം സുവിശേഷം മുഴുവനും എല്ലായിടത്തും അറിയിക്കാം. അവിടെ ഒരു ചെറിയ പട്ടണമോ ചെറിയ പ്രദേശമോ ഒന്നും വിഷയമല്ല, എല്ലായിടവും സുവിശേഷം അറിയിക്കണം. അങ്ങനെ ഓരോരുത്തരെയും വിളിച്ചത് അതിനു വേണ്ടിയാണ്. പ്രതിബന്ധങ്ങളുണ്ടാകും, പക്ഷേ അതിനെ അതിജീവിക്കുവാൻ സർവശക്തനായ നമ്മുടെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. നാം ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ സുവിശേഷ ജോലി അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനം നമുക്ക് ഏറ്റവും സന്തോഷകരവും ആനന്ദകരവും അനുഗ്രഹവുമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ആശയിലെ പാഠഭാഗവും നമ്മൾ പറയുന്നത് തന്നെയാണ്. നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ദൗത്യം ഭൂലോകമൊക്കെയും സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്.
അതിനായി നമ്മൾ ഒരുങ്ങണം എന്നാണ് ഈ ബുധനാഴ്ച ഭാഗവും നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. വേഴാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ ഭൂമിയിലെ വിശ്വാസം. ഇവിടെ പറഞ്ഞത് മനുഷ്യപുത്രൻ വരുമ്പോൾ അവന് ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇന്ന് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എന്ന നിലയിൽ യേശു എന്താണ് അന്വേഷിക്കുന്നതെന്ന് നാം കണ്ടെത്തേണ്ടതുണ്ട്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പ്രസക്തമായ ചോദ്യമുണ്ട്. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. എന്താണ് ഇന്ന് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന നിലയിൽ യേശു എന്താണ് അന്വേഷിക്കുന്നത് എന്ന് നാം കണ്ടെത്തേണ്ടതുണ്ട്. കർത്താവ് യേശു ക്രിസ്തു വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? സുവിശേഷം എല്ലായിടത്തും അറിയിച്ച് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന കുറേ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കേണ്ടതുണ്ട്. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു ചില ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ചില സംഭവ വികാസങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതായത് കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയാത്തതായ നഗരങ്ങളിൽ പോലും കർത്താവ് അല്ലെങ്കിൽ അത്രമാത്രം പ്രചാരം ലഭിക്കാത്ത നഗരങ്ങളിൽ പോലും, ഇരുണ്ട നഗരങ്ങളെന്നാണ് പറയുന്നത്, ആ നഗരങ്ങളിൽ പോലും കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയുകയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിക്കുകയും കർത്താവ് യേശു മിശിഹായാണെന്ന് വിശ്വസിക്കുകയും ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നിന്നാണ്. അവിടെ നിന്നൊക്കെ ഒരു വിശ്വാസി വരുമെന്നോ അല്ലെങ്കിൽ അവിടെ നിന്നൊരു ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ഒരാൾ വരുമെന്നോ വിശ്വസിക്കാൻ പ്രയാസമുള്ള സ്ഥലത്ത് നിന്ന് പോലും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാനും ദൈവത്തെ സ്നേഹിപ്പാനും കഴിയുന്ന ആൾക്കാർ ഉയർന്നു വന്നിട്ടുണ്ട്. ശതാധിപൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. തളർവാദ രോഗിയായ ആ വ്യക്തിയെ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് എത്തിയ സുഹൃത്തുക്കൾ. എന്താ കാര്യം? കർത്താവ് യേശു ക്രിസ്തുവിനടുത്ത് കൊണ്ടുവന്നാൽ അവർക്ക് എന്ത് ലഭിക്കും? അയാൾക്ക് സൗഖ്യം ലഭിക്കുമെന്ന വിശ്വാസമാണ്. പിന്നെന്താണ്? അന്ധനായ ബർത്തിമയിയെ കാണും നമ്മൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, അതായത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതായ, അവിടെ നിന്നുള്ള വിശ്വാസികൾ ഉണ്ടാകും എന്ന് ചിന്തിക്കാൻ കഴിയാത്തതായ പ്രദേശങ്ങളിൽ നിന്ന് പോലും ദൈവത്തെ വിശ്വസിച്ചതായ അനേക വ്യക്തികളുണ്ടായി. അതെന്താ നമ്മെ പഠിപ്പിക്കുന്നത്? മുൻവിധിയില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? സുവിശേഷം പഠിപ്പിക്കണം. അവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവിടെ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ പള്ളിയിലോട്ട് വരാം, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വരാൻ പോകുന്നില്ല എന്ന മുൻവിധി നമ്മൾ മാറ്റണം. അങ്ങനെ ഒരു മുൻവിധിയോടുകൂടിയായിരുന്നു കർത്താവ് യേശു പ്രവർത്തിച്ചതെങ്കിൽ ഇവരാരും വരില്ലായിരുന്നല്ലോ. ശതാധിപൻ വരില്ലായിരുന്നു അല്ലേ? ഈ 4 അല്ലെങ്കിൽ ആ തളർവാദ രോഗിയായ വ്യക്തി എങ്ങനെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇടുക എന്നുള്ള വലിയ റിസ്ക്കാണത്. അങ്ങനെ ഏറ്റെടുക്കില്ലായിരുന്നു അവർ. അപ്പം മുൻവിധി ഇല്ലാതെ നമ്മൾ സുവിശേഷം പറയണം. എങ്ങനെയുള്ളവരായിക്കോട്ടെ, ഏതിൽ ജീവിക്കുന്നവരുമായിക്കോട്ടെ, നമ്മളെന്താ ചെയ്യുന്നത്? മുൻവിധിയോടുകൂടി ചില പ്രത്യേക സ്ഥലങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് സുവിശേഷം പറയുന്നു. പക്ഷേ അവിടെ നിന്ന് ആരും ചിലപ്പോൾ വന്നെന്നിരിക്കില്ല. കർത്താവായ യേശു ക്രിസ്തു താമസിച്ച നസ്രത്തിൽ നമുക്കറിയാം എത്രമാത്രം കർത്താവിനെ സ്വീകരിച്ചു അവിടെയുള്ള ആൾക്കാർ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കൂടെയുള്ള ശിഷ്യന്മാർ, കൂടെ നടക്കുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു വിളിച്ചോർമ്മിപ്പിച്ചുകൊണ്ട് അല്പവിശ്വാസികളെ എന്നുള്ളതാണ്. അല്ലയോ അല്പവിശ്വാസികളെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ നസ്രത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് കുറവായിരുന്നു എങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവർ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ളവർ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഗ്രാമങ്ങൾ തോറും പട്ടണങ്ങൾ തോറും സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം അറിയിച്ചത്. അപ്പം നമ്മളും മുൻവിധിയില്ലാതെ സുവിശേഷം അറിയിക്കണം. ഏത് ജാതിക്കാരനാവട്ടെ, വിദേശീയരായിക്കോട്ടെ, വിജാതീയരായിക്കോട്ടെ, വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നാം അവരോട് സ്നേഹത്തോടുകൂടി സത്യം പഠിപ്പിക്കണം അവരെ. കാരണം എന്തുകൊണ്ട് സ്നേഹത്തോടുകൂടി പഠിപ്പിക്കുന്നു വെച്ചാൽ, നമ്മെ കേൾക്കുവാൻ ആദ്യം അവർ തയ്യാറായാൽ മാത്രമേ നമുക്ക് അവരോട് പറയുവാൻ കഴിയൂ. ഞാൻ പറയുന്നത് ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയോട് എനിക്കൊന്നും പറയുവാൻ കഴിയില്ല. മറിച്ച് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഒരു വ്യക്തിയോട് ഇടപെട്ടാൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ കുറച്ച് സമയം അയാൾ എന്ത് ചെയ്യും? അനുവദിക്കും. ആ സമയം നമുക്ക് ദൈവത്തിൻ്റെ കാര്യം അവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അപ്പോൾ വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി നമുക്ക് ദൈവത്തിൻ്റെ വേല മറ്റുള്ളവരുടെ ഇടയിൽ ചെയ്യാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തു അതാ കാണിച്ചു തന്നത്. തടസ്സങ്ങൾ നേരിടുമെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷെ ആ തടസ്സങ്ങളെ മാറ്റാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഇന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത വർഗവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമായ നമ്മുടെ ദൗത്യം ഈ ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചും അവസ്ഥയെക്കുറിച്ചുമുള്ള 3 മാലാഖമാരുടെ ദൂത് ഈ ലോകത്തോട് വിളിച്ചു പറയുക. അത് നമ്മളല്ലാതെ മറ്റാരും ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ധൈര്യപ്പെടുകയില്ല. നമ്മുടെ ദൗത്യമാണത്.
ഇന്നും ഈ 3 മാലാഖമാരുടെ ദൂത് അറിയാത്തതായ ഒട്ടനവധി ജനവിഭാഗങ്ങളുണ്ട്. അവരെയൊക്കെ അറിയിക്കേണ്ട ബാധ്യത നമുക്കുള്ളതാണ്. നമ്മുടെ ദൗത്യം അതാണ്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. ഈ ലോകത്തോട് ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുക. ഈ അന്ത്യകാലത്ത് പ്രത്യേകിച്ച് ത്രിവിധ ദൂതുകൾ, 3 ദൂതന്മാരുടെ ദൂതുകൾ ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് നാം എന്ന തിരിച്ചറിവ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് വരുന്ന തടസ്സങ്ങൾ, ദൈവത്തിൽ നാം ശരണപ്പെട്ടാൽ, താഴ്മയോടുകൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് നാം പോയാൽ ആ തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ നമ്മുടെ മാർഗത്തിലൂടെയല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരമല്ല, ദൈവത്തിൻ്റെ രീതിയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ആ തടസ്സങ്ങളെ മാറ്റി ദൈവത്തിൻ്റെ വേല ചെയ്യിക്കുവാൻ ദൈവത്തിന് കഴിയും. അതിനുവേണ്ടി ഓരോ ദൈവമക്കളും തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുവരെ നമ്മുടെ ശ്രവിച്ചതിന് നന്ദി പറയുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത സ്വകീയ പിതാവ് നല്ല ദൈവമേ, ഈ സമയം വരെയും അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളെ മേൽ അയച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ വേല കർത്താവെ സകല ജാതികളുടെ ഇടയിലും സകല വംശങ്ങളുടെ ഇടയിലും സകല പ്രദേശങ്ങളിലും ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ശ്രദ്ധിക്കുന്നവരെയും ഇത് കേൾക്കുന്നവരെയും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന യൗവനക്കാർക്ക് കർത്താവെ അങ്ങ് കൊടുത്ത എല്ലാ നൽവരങ്ങൾക്കുമായി സ്തുതിക്കുന്നു. ദൈവമേ, അവരെ സഹായിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങയുടെ വേല അനേക മക്കളിലേക്ക് എത്തുവാൻ വേണ്ടി പ്രിയ മക്കൾ ചെയ്യുന്നതായ ആ ഒരു ത്യാഗത്തെ അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഭാഗവാക്കാകാൻ കഴിഞ്ഞെന്നെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിലും 30, 60, 100 മേനിയായി തീരുവാൻ സഹായിക്കണം. എല്ലാ മാനവ മുഖത്തുവിനെ കർത്താവ് കൈക്കൊള്ളണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.